നമ്മൾ ഭണ്ഡാരയിൽ പങ്കെടുക്കുമ്പോഴോ ഇതുപോലെ വരുമ്പോഴോ നിങ്ങൾക്ക് പരസ്പരം കൂടിക്കാഴ്ച ഉണ്ടാകണമെന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ എന്തോ മാന്ത്രികത സംഭവിക്കുന്നു. അദ്ദേഹത്തിന് നമ്മളെയെല്ലാം കാണാൻ കഴിഞ്ഞേക്കില്ലെങ്കിലും നമ്മുടെ സാന്നിധ്യവും അവിടെയുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടഞ്ഞ കണ്ണുകളിലൂടെ ശരിക്കും മാന്ത്രികമായ എന്തോ ഒന്ന്, ഗംഭീരമായ എന്തോ ഒന്ന് അവിടെ സംഭവിക്കുന്നു. ഇതെല്ലാം വിശദമായി ചർച്ച ചെയ്യണമെങ്കിൽ ഇത് വീണ്ടും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സെമിനാറായിത്തീരും. പക്ഷേ അദ്ദേഹം നമ്മുടെ സമഗ്രമായ ശുചീകരണം നടത്തുകയും ആത്മീയമായ യാത്രയ്ക്ക് നമ്മെ ഒരുക്കുകയും ചെയ്യുന്നു. അദ്ദേഹം അത് ആരംഭിക്കുകയും നിങ്ങളായിരിക്കേണ്ട അടുത്ത നില ഒരുക്കുകയും ചെയ്യുന്നു. അതിനാൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ കുറച്ച് കാര്യങ്ങൾ സംഭവിക്കും. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരിക്കുന്നതിൻ്റെ പ്രയോജനം നേടാൻ നമ്മൾ മുൻകൂട്ടി തയ്യാറായിരുന്നെങ്കിൽ ഈ പ്രക്രിയ ത്വരിതപ്പെടുത്താൻ കഴിയും. മാത്രമല്ല, നിങ്ങളുടെ അസ്വസ്ഥത ശരിക്കും തീവ്രമാണെങ്കിൽ നിങ്ങൾക്ക് ഗുരുവിൻ്റെ ആത്മീയ സത്തയെ നിങ്ങളുടെ മുന്നിലേക്ക് ക്ഷണിക്കാൻ പോലും കഴിഞ്ഞേക്കും. എന്നാൽ ഇത് ആദ്യ സന്ദർശനത്തിന് ശേഷമാണ്. പിന്നെ ഒരു തലത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്കുള്ള ഈ യാത്ര ആരംഭിക്കുന്നു. എന്നാൽ ഇത് മുന്നിൽ മാസ്റ്ററുടെ സാന്നിധ്യം വിളിച്ച്, "ഓ എൻ്റെ പ്രിയപ്പെട്ടവനെ, താങ്കൾ ഇവിടെയുണ്ട്" എന്ന് പറയാൻ കഴിയുന്ന ആ അപൂർവ ഇനങ്ങൾക്കുള്ളതാണ്. ഈ അസ്വസ്ഥത നമ്മൾ സൃഷ്ടിക്കണം.